അപ്പോൾ ആത്മാവ് അവയെ അതിക്രമിക്കുന്നു. ഏതേ അശനായാദയ പ്രാണമന ശരീരാധികരണ പ്രാണീഷു അനവരതം വർത്തമാന അഹോരാത്രാദി വത്സ് സമുദ്രോർമിവത്സ് പ്രാണിഷു സംസാരയിത്യുച്യതേ. അപ്പോൾ ഈ മനസ്സ്, ശരീരം, പ്രാണൻ ഇവയെ അധികരിച്ച് നമ്മൾ പറഞ്ഞു ഈ അശനായാദി വിപാസ, ശോകം, മോഹം, ജരാമൃത്യു, ഇത് കടലിലെ തിരമാല പോലെ അനവരതം. വിശപ്പ്, ദാഹം, ശോകം, മോഹമൊക്കെ അനവരതം, അല പോലെ, സമുദ്രത്തിലെ തിര പോലെ. സമുദ്രത്തിലെ തിര എപ്പോഴെങ്കിലും നിൽക്കുന്നുണ്ടോ? ഇങ്ങനെ അനവരതം. അതിന് സമുദ്രത്തിന് റെസ്റ്റ് വേണോ? കുറച്ചു നേരം തിരയില്ലാതെ കുറച്ച് ടയേർഡാണ്, ഇല്ല. അത് അനവരതം ഈ സമുദ്രത്തിലെ തിരകൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വിശപ്പും ദാഹവും. ഇന്ന് കഴിച്ചു, നീ ഇന്നലെയല്ലേ കഴിച്ചത്, ഇന്ന് എന്തിനു കഴിക്കുന്നത് നമ്മൾ പറയാറുണ്ടോ? കാരണം എന്താണ്? പിന്നെയും വിശക്കും, പിന്നെയും ദാഹിക്കും, പിന്നെയും ശോകം ഉണ്ടാവും, പിന്നെയും മോഹം ഉണ്ടാവും, ജരാമൃത്യുകളുണ്ടാവും. അപ്പൊ ഇങ്ങനെ അനവരതമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവാഹമാണ്. അപ്പൊ ആ പ്രവാഹത്തിനെയാണ് എന്ത് പറയുന്നത്? സംസാരം. സംസാര ഇത്യുച്യത. അപ്പൊ ഇങ്ങനെ ഈ പ്രാണൻ കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും കടലിലെ തിരകൾ പോലെ അനവരതം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ എന്താണ് അശനായ പിപാസ, ശോക, മോഹ, ജരാമൃത്യുക്കളുടെ അതിൻ്റെ തന്നെ കുറേ എക്സ്റ്റെൻസീവായിട്ടുള്ള തിരകൾ ഇങ്ങനെ മാറി മാറി ഉണ്ടാകുന്നതാണ് സംസാരം. അപ്പോൾ ഈ സംസാരം ഇങ്ങനെ അനവരതമായിട്ട് ഇതിൽ പെട്ടിരിക്കുന്നവർക്ക് ഇത് അൺലിമിറ്റഡ് ആയിട്ട്, ഇത് എപ്പോൾ തുടങ്ങിയെന്നോ എപ്പോൾ അവസാനിക്കുമെന്നോ അറിയാൻ പറ്റാത്ത രീതിയിൽ അനവരതമായിട്ടിത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏ അസൗ ദൃഷ്ടേത്യാദിലക്ഷണ സാക്ഷാത് അവ്യവഹിതോ അപരോക്ഷാദ ഗൗണ സർവാന്തരാത്മാ ബ്രഹ്മാദി സ്തംഭപര്യന്താനാം ഭൂതാനാം അശനായാപിപാസാദീഭി സർവസംസാരധർമ്മൈ സദാന സ്പൃശ്യതേ ആകാശ ഇവ ഖനാദിമലൈ. ഇനി ഇതിൽ നിന്ന് വിപരീതമായ ആത്മാവ് എങ്ങനെയാണ്? ദൃഷ്ടാവിൻ്റെ ദൃഷ്ടാവ്, ദൃഷ്ടിയുടെ ദൃഷ്ടാവ്. അപ്പോ കാഴ്ചയുടെ കാണുന്നവൻ, കേൾവിയുടെ കേൾക്കുന്നവൻ, ഈ മന്നം ചെയ്യുന്നതിൻ്റെ മന്ദാവ്. അപ്പൊ അങ്ങനെ ആ ധർമ്മത്തോട് കൂടിയവൻ, എല്ലാം കേൾക്കുകയും എല്ലാം അറിയുകയും എല്ലാം ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്ന എന്താണ്? സർവാന്തര ആത്മ. ആത്മാവില്ലാത്തവരില്ല, സർവാന്തര. എല്ലാ ജീവികളുടെയും ഉള്ളിലിരിക്കുന്നത് എന്ത് തന്നെയാണ്? ആത്മാവ് തന്നെയാണ്. അരുൾ ആത്മാവ് തന്നെയാണ്. മൃഗങ്ങളിലായിരുന്നാലും സർവജീവികൾ, നമ്മൾ കൊന്നു ഭക്ഷിക്കുന്ന ജീവികളാണെങ്കിലും അതൊക്കെ തന്നെ എന്തുള്ളതാണ്? അരുളുള്ളതാണ്. ചില ആൾക്കാർ വിചാരിക്കുന്ന ചില ജീവികളൊക്കെ നമുക്ക് എന്തിനു വേണ്ടിയാണ്? ഈശ്വരൻ കൊന്ന് നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളാണ്. അപ്പൊ അങ്ങനെ ഈ സർവ ജീവജാലങ്ങളിലും നിറഞ്ഞിരിക്കുന്ന ഏത് മുതൽ ബ്രഹ്മാദി സ്തംഭപര്യന്തം, ബ്രഹ്മാവ് മുതൽ ഇങ്ങറ്റത്തെ കൊച്ചു ജീവികൾ വരെയുള്ള എല്ലാ ജീവികളിലും ഒരുപോലെ നിറഞ്ഞിരിക്കുന്ന അറിവായിട്ട് ആത്മസ്വരൂപമായിരിക്കുന്ന ബ്രഹ്മവസ്തുവാണ്. ആ ബ്രഹ്മവസ്തു എന്താണ്? അശനായ വിപാസാദി സംസാരധർമ്മ വിവർജിത. അശനായ വിശപ്പ്, ദാഹം, ജരാമോഹം തുടങ്ങിയ സർവസംസാരങ്ങളും ധർമ്മങ്ങളും വിവർജിതമായിരിക്കുകയാണ്. ഇപ്പോൾ ചില ആൾക്കാർ ചോദിക്കില്ലേ, ഭഗവാനെ ഈശ്വരനൊന്നും കാണുന്നില്ലേ, എൻ്റെ കഷ്ടപ്പാട് ഈശ്വരൻ കാണുന്നില്ലേ എന്നൊക്കെ ആൾക്കാർ പറയത്തില്ലേ. അപ്പൊ എന്താണ്? ഈ ആത്മാവിന് ഇതൊന്നുമില്ല. നമ്മൾ ഈശ്വരനെ അറിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കുഴപ്പം.
കാരണം നമ്മുടെ ആത്മാവിന് ഈ സാധനങ്ങളുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഒരു ബന്ധവും ഇല്ലാതിരിക്കുന്ന ആത്മാവിനെ ഇതെല്ലാമായിട്ടും ബന്ധമുള്ളതായിട്ട് നമ്മൾ സങ്കല്പിച്ച് കണ്ട് അനുഭവിക്കുന്ന പരിപാടിയാണ്. സർവസംസാരധർമ്മ വിവർജിത സദാന സ്പൃശ്യതേ, ഒന്നുമായിട്ടും ബന്ധമില്ല. ആത്മാവ് അസംഗമാണ്. ഒരു സാധനമായിട്ടും ന സ്പൃശ്യതേ, അസംഗമായിട്ടിരിക്കുന്നു. അസംഗോഹ്യം പുരുഷ. അപ്പോൾ ആത്മാവ് സർവത്ര നിർലേപമായിട്ടിരിക്കുന്നു. അപ്പം നമ്മൾ ഗീതയിൽ തന്നെ കണ്ടിട്ടില്ലേ, എന്താണ്? പത്മപത്ര വിഭാംബസ, താമരയിലെ വെള്ളത്തുള്ളി താമരയെ സ്പർശിക്കാത്തതുപോലെ ഈ ആത്മാവ് അകത്തിരിക്കുമ്പോൾ ആത്മാവിന്, നിങ്ങൾക്ക് എനിക്ക് ശോകവും മോഹവും ഉണ്ടെന്ന് തോന്നുമ്പോഴും ആത്മാവിന് എന്തില്ല? ശോകവും മോഹവും ഇല്ല ആത്മാവിന്. നിങ്ങളുടെ ആത്മാവിന് ശോകവും മോഹവും ഇല്ല. നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടെന്ന് തോന്നുമ്പോഴും ആത്മാവിന് വിശപ്പും ദാഹവും ഇല്ല. നിങ്ങൾക്ക് ജരാമൃത്യു ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴും ഈ ജരാമൃത്യുകളൊന്നും ആത്മാവിനില്ല. അപ്പം ആത്മാവിനെ വേർതിരിച്ച് കാണാത്തത് കൊണ്ടും നിങ്ങൾ ഈ പറയുന്ന ശരീരമനാദികളോട് ചേർന്ന് ഞാൻ അതാണെന്ന് തെറ്റിദ്ധരിച്ച് അതിനുണ്ടാകുന്ന ഷഡൂർമികളെ എനിക്കാണെന്ന് തെറ്റിദ്ധരിച്ച് ദുഃഖിച്ചിരിക്കുന്നതാണ് സംസാരത്തിൻ്റെ അവസ്ഥ. അപ്പോൾ എനിക്ക് ഇതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കി ആത്മാവ് നിർലേപനാണെന്ന് തിരിച്ചറിയുന്നത് ജ്ഞാനത്തിൻ്റെ അവസ്ഥ. ആകാശ ഇവ ഘനാതിമലേ, അപ്പോൾ ആകാശം, മേഘാദികൾ ആകാശത്തെ എന്ത് ചെയ്യുന്നില്ല? അതുമായിട്ട് നിർലേപം, അതിനെ ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ മേഘ ആകാശത്തെ മറയ്ക്കുന്നില്ല. മേഘം ആകാശത്തിൻ്റെ നിറത്തിന് വ്യത്യാസം വരുത്തുന്നില്ല, അല്ലെങ്കിൽ ആകാശത്തിന് കട്ടി കൂടിയതാക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് നമ്മുടെ ചിന്തയുടെ ഒരു ചെറിയ പ്രശ്നം നിമിത്തം ആത്മാവ് മേഘാവൃതമാണെന്നും ആത്മാവിൽ എന്തോ കുഴപ്പമുണ്ടെന്നൊക്കെ നമ്മൾ വെറുതെ തെറ്റിദ്ധരിക്കുന്നു. നിർലേപമായിരിക്കുന്ന ആത്മാവിന് ഈ ആകാശത്തിൽ പൊടി വന്നാലും എന്തെങ്കിലും അഴുക്കുണ്ടെന്ന് തോന്നിയാലും ഒന്നും ആത്മാവിന് യാതൊരു വിധമായ അഴുക്കും സംഭവിക്കുന്നില്ല. ഇനി തമേദം വൈ ആത്മാനം സ്വം തത്വം വിദിത്വാ ജ്ഞാത്വായ മഹമസ്മി പരം ബ്രഹ്മ സദാ സർവ സംസാര വിനിർമുക്തം നിത്യതൃപ്തമിതി ബ്രഹ്മണാനാമേവ അധികാരോ വിദ്യാനേതോ ബ്രഹ്മണഗ്രഹണം. അപ്പോൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ വിധാനത്തെക്കുറിച്ച് പറയാണ്. വിധാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വിധാനം സംസാരത്തിൽ നിന്ന് നമ്മൾ സാറിന് ഇവിടെ വിധാനം എന്ന് പറയുന്നത് സന്യാസത്തെയാണ് വിധാനം. സംസാരത്തിൽ നിന്ന് വിധാനം ചെയ്യുക, അതായത് സന്യസിക്കുക. അപ്പോൾ എങ്ങനെയുള്ളവർക്ക് സന്യസിക്കാം എന്ന് പറയാണ്. തമേദം വൈ ആത്മാനം സും തത്വം വിദിത്വ, ഈ ആത്മാവിൻ്റെ തത്വത്തെ അറിഞ്ഞിട്ട് എങ്ങനെ? സ്വം തത്വം വിദിത്വ അയമഹമസ്മി പരംബ്രഹ്മ, അയമഹമസ്മി പരംബ്രഹ്മ, ഞാനീ പരബ്രഹ്മമാണ് എന്ന് മനസ്സിലാക്കി ഈ കഴിഞ്ഞാൽ പിന്നെ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുകയോ ഇരിക്കാതിരിക്കുകയോ ചെയ്യാം. കാരണം എന്താണ്? എനിക്ക് യാതൊരു വിധമായ കർമ്മങ്ങളുമായിട്ട് ബന്ധമില്ല. കർമ്മം ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു വിധമായ അപേക്ഷയും ഇല്ല. അപ്പം അതുകൊണ്ട് എന്താണ്? ബ്രഹ്മസദാ സർവസംസാര വിനിർമുക്തം, ഞാൻ എപ്പോഴും സർവസംസാര വിനിർമുക്തമാണ്. സർവസംസാരത്തിൽ നിന്ന് ഞാൻ മുക്തനായിരിക്കുന്നു. എനിക്ക് ഈ ലോകത്ത് കാണുന്ന ആരുമായിട്ട് ഒരു ബന്ധവുമില്ല. സ്വന്തക്കാരോ ബന്ധുക്കളോ വീടോ ഒന്നും ഇല്ല. ഞാൻ പൂർണ്ണമായിട്ടും ബ്രഹ്മമാണ്. നിത്യതൃപ്തമിതി, നിത്യതൃപ്തനാണ്. എനിക്കൊരു കുറവുമില്ല, അപൂർണതയില്ല, അതൃപ്തിയില്ല, എന്തെങ്കിലും നേടേണ്ടതില്ല, തൃപ്തിക്കുറവില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന എനിക്ക് നിത്യതൃപ്തിമതി ബ്രഹ്മണാനാമേവ അധികാരോ,
അപ്പൊ അങ്ങനെയുള്ള ആളിനെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചിരിക്കുകയാണ്. ജാതി വാക്കല്ല. ബ്രാഹ്മണാനാമേവ അധികാരോ. ശങ്കരാചാര്യ ചിലപ്പോൾ ജാതി വാക്കായിട്ടൊക്കെ ചിലപ്പോൾ പറയും. അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സുരേശ്വരാചാര്യ തന്നെ പറയും അത് അംഗീകരിച്ചു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആത്മാവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണനായി കഴിഞ്ഞു. അവിടെ വേറെ ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ ഒന്നുമില്ല. അമേരിക്കക്കാരൻ അറിഞ്ഞാലും ചൈനക്കാരൻ അറിഞ്ഞാലും അവൻ ആരാണ്? അവൻ ബ്രാഹ്മണനാണ്. അതെ അതെ. അപ്പോൾ ആരറിഞ്ഞാലും, ഇപ്പോൾ ഈ ചൈനയിലും അമേരിക്കയിലും ഒന്നും ജാതിഭേദം ഇല്ലല്ലോ. അപ്പോൾ ആരറിഞ്ഞാലും അവൻ ബ്രാഹ്മണൻ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആള് ബ്രഹ്മവണനാമേധികാരോ വിദ്ധാനോ ബ്രഹ്മണഗ്രഹണം വിദ്ധായ. അപ്പം അങ്ങനെയുള്ളവർക്ക് വിദ്ധാനം വേണമെങ്കിൽ ചെയ്യാം. വൈപര്യത്യേന ഉദ്ധാനം കൃത്വ കുത ഇത്യാഹ പുത്രേഷണായ. അപ്പോൾ 3 ഏഷണകളെയും ത്യജിച്ചിട്ടാണ് ഈ വിദ്ധാനം ചെയ്യുന്നത്. 3 ഏഷണകൾ ഏതൊക്കെയാണ്? വിത്തേഷണ, ലോകേഷണ, പുത്രേഷണ. ഈ പുത്രേഷണയിൽ വരും ധാരേഷണ. ധാരത്തിലൂടെയാണ് പുത്രനെ നേടുന്നത്. അപ്പോൾ ഈ ധാരവും പുത്രനുമൊക്കെ ഒറ്റ ഗ്രൂപ്പിൽ ഒരു ഗണത്തിൽപ്പെടും. ധാരേഷണ തന്നെയാണ് പുത്രേഷണ. ഇനി വിത്തേഷണ, അത് കഴിഞ്ഞാൽ ലോകേഷണ. ഇങ്ങനെ ഈ 3 ഏഷണകളാണ് മനുഷ്യരെ താഴോട്ട് പിടിച്ച് കെട്ടിയിരിക്കുന്നത്. ഒരു ഹൈഡ്രജൻ ബലൂണിനെ ചെറിയ 3 നൂല് കെട്ടി താഴത്തെ കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ നിൽക്കുകയാണ്. എപ്പോഴാണോ ഈ 3 നൂലും പൊട്ടിച്ചു കൊടുക്കുന്നത്, അപ്പോൾ അത് വിദ്ധാനം ചെയ്യും, മേലോട്ടങ്ങ് പറന്നു പോകും. പുത്രേഷണായ പുത്രാർദ്ധ ഏഷണ പുത്രേഷണ പുത്രേണ ഇമം ലോകം ജയേമിതി ലോക ജയസാധനം പുത്രമിതി ഇച്ഛായേഷണ ദാരസംഗ്രഹമേവ കൃത്യേത്യർത്ഥ. അപ്പോൾ എന്താണ്? ഈ പുത്രനിലൂടെ എനിക്ക് ലോകം ജയിക്കണം. എനിക്കാ പറ്റി. മക്കളിലൂടെയെങ്കിലും എനിക്ക് ഈ ലോകത്തെ ജയിക്കണം. അപ്പം അതിന് ഈ നമ്മൾ വിചാരിക്കുന്ന ഒരു മാനം മാത്രമല്ല, പുത്രന്മാരെന്ത് ചെയ്യും? നമുക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ അതിലൂടെ എനിക്ക് കർമ്മങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പല യജ്ഞാദികളൊക്കെ ചെയ്യും. അപ്പം അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഉയർച്ചയുണ്ടാവും. അങ്ങനെ പുത്രന്മാരിലൂടെ എനിക്ക് ലോകത്തെ ജയിക്കാം എന്ന് വിചാരിച്ച് ഉള്ള ഏഷണയാണ് പുത്രേഷണ. അപ്പം അതിനുവേണ്ടിയാണ് ധാരപരിഗ്രഹം സാധാരണയായിട്ട് പുത്രേഷണ നിമിത്തമാണ് ഉണ്ടാകുന്നത്. വിത്തേഷണായാശ്ച കർമ്മസാധനസ്യ ഗാവാദേരുപാദാനം അനേന കർമ്മകൃത്വ പിതൃലോകം ജേഷ്യാമിതി. അപ്പോൾ വിത്തേഷണ, ധനം ഉണ്ടാക്കണം. പണ്ടൊക്കെ ധനം എന്താണ്? സ്വർണവും പശു അങ്ങനെയുള്ള സാധനങ്ങളാണ്. ഇതുപോലെ വലിയ ക്യാഷ് ആയിട്ട് മാറ്റുന്ന സാധനമില്ല. അപ്പോൾ സ്വർണം, പശു ആദിയാണ് അന്നത്തെ സ്വത്ത്. 1000 പശുവൊക്കെ ഉണ്ടെങ്കിൽ വലിയ കോടീശ്വരനാണ് അന്നത്തെ രീതിയിൽ. അപ്പോൾ ഇതിലൂടെ വിത്തം കിട്ടിയാൽ എന്ത് ചെയ്യുക? നമുക്ക് കർമ്മങ്ങളൊക്കെ ചെയ്ത് ഉയർന്ന ലോകങ്ങൾ, പിതൃലോകമൊക്കെ നമുക്ക് നേടാം. വിദ്യാസംയുക്തേന വാ ദേവലോകം കേവലയാ വാ ഹിരണ്യഗർഭവിദ്യ ദൈവേന വിത്തേന ദേവലോകം. അപ്പോൾ ദൈവവിത്തങ്ങളിലൂടെ ദേവലോകം. അപ്പോൾ നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്ത്, പുണ്യകർമ്മങ്ങളും യജ്ഞാദാനാദികളും ഒക്കെ ചെയ്ത് ഹയർ ലോകങ്ങളെ വിത്തത്തിലൂടെ നമുക്ക് നേടാം. അപ്പോൾ ദൈവാദിവിത്തത്വാത് വിദ്യാനമേവ നാസ്തീതി കേചിത് യസ്മാത് തത് ബലേന ഹി കില വിദ്യാനമിതി തസ്മത് ഏതാവാൻ വൈ കാമഹ. ചെല്ലു പറയും, ഈ ദേവവിത്തം എന്ന് പറയുന്ന സാധനം, അതിനിൽ നിന്ന് നമുക്ക് വിദ്ധാനമില്ല എന്ന് പറയും. ഏതാവാൻ വൈ കാമഹ, ഇത് തന്നെയാണ് കാമം എന്ന് ഉപനിഷത്തും പറയും.
ഇതി പഠിതത്വാദ്വേഷേണ മധ്യേ ദൈവസ്യ വിത്തസ്യ ഹിരണ്യഗർഭാദിദേവതാവിഷയേവ വിദ്യാവിത്തമിത്യുച്യതേ ദേവലോകഹേതുത്വാത്. അപ്പൊ ഇതെല്ലാം എല്ലാ വിത്തങ്ങളും ഈ ഏഷണങ്ങളിൽ പെടുന്ന തന്നെ. കാരണം ഈ വിത്തത്തിലൂടെ ദേവലോകവും പിതൃലോകവും ഒക്കെ ആൾക്കാർ നേടാനായിട്ട് ശ്രമിക്കുന്നു, ഹയർ ലോകങ്ങളെ നേടാനായിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ അവരുടെ ലക്ഷ്യം എന്താണ്? ഉയർന്ന ലോകങ്ങളെ, സ്വർഗാദി ലോകങ്ങളെ കിട്ടുക. മതവ്യത്യാസം കൂടാതെ ആൾക്കാരുടെ ലക്ഷ്യം ഈ സ്വർഗാദി ലോകങ്ങളെ കിട്ടുക, അതിനുശേഷം സുഖിക്കുക. ഇപ്പൊ കുറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ മരണശേഷം സുഖിക്കാം. അപ്പൊ ആൾക്കാർ ഗൾഫിൽ പോകുന്നത് എന്താണ്? അവിടെ പോയി കുറച്ച് വെയിലും ജോലിയൊക്കെ ചെയ്ത് കുറച്ച് വിയർത്ത് കഷ്ടപ്പെട്ടാലും തിരിച്ചിവിടെ വന്ന് നല്ല വീടൊക്കെ വെച്ച് പൈസയൊക്കെ കൊണ്ടുവച്ച് ഇവിടെ സന്തോഷമായിട്ട് സുഖമായിട്ട് ജീവിക്കാം. അപ്പം ആ ലോകത്ത് ചെയ്യുന്നത് കൊണ്ട് ഈ ലോകത്ത് പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത് പോലെ മനുഷ്യലോകത്ത് കർമ്മങ്ങളൊക്കെ ചെയ്ത് പുണ്യം സമ്പാദിച്ച് പരലോകത്ത് പോയി സുഖിക്കാം എന്ന് വിചാരിക്കുന്നു. അപ്പം അതും എന്തു തന്നെയാണ്? അതിൽ നിന്നും എല്ലാം വ്യുത്ഥാനം ചെയ്യണം. നഹി നിരുപാധിക പ്രജ്ഞാനഘന വിഷയാ ബ്രഹ്മവിദ്യ ലോകവ്യാപ്തി ഹേതു തസ്മാത് സർവം അഭവത്. അപ്പൊ നിരുപാധികമായ ബ്രഹ്മത്തിന് ഇതൊന്നിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ ഒരു സമ്പത്തിൻ്റെയും ആവശ്യമില്ല. അപ്പൊ ആ ബ്രഹ്മം എങ്ങനെയാണ്? തസ്മാത് സർവം അഭവത്, അതിനാൽ അവൻ എല്ലാമായി തീർന്നു. ഞാൻ ഈ ബ്രഹ്മം തന്നെയാണ്. വിത്തത്തിലൂടെയല്ല നമ്മൾ ബാങ്ക് ബാലൻസ് കൂടി ഇവന് സ്വർഗം കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഇവന് ആത്മജ്ഞാനം കൊടുത്തേക്കാം, അവൻ ഇത്രയും മനുഷ്യ ആയുസ് കൊണ്ട് സാധാരണക്കാർക്ക് പറ്റാത്ത 10,000 കോടി രൂപ സമ്പാദിച്ചു. അപ്പം അതുകൊണ്ട് അവൻ എന്ത് ചെയ്തേക്കാം? ബ്രഹ്മജ്ഞാനം കൊടുത്തേക്കാം. അങ്ങനെ കിട്ടോ? യൂസഫ് അലിയും പിന്നെ അതുപോലുള്ള ആൾക്കാരൊക്കെ സാധാരണ മനുഷ്യർക്ക് സമ്പാദിക്കാൻ കഴിയാത്തത്ര ധനം സമ്പാദിച്ചിരിക്കുന്നു. അപ്പം ഈ ധനം കൊണ്ട് ഇവർക്ക് ആത്മജ്ഞാനം കൊടുത്തേക്കാം. അങ്ങനെയുണ്ടോ? ഈ ആത്മജ്ഞാനത്തിന് അതൊന്നും ഒരു ക്രൈറ്റീരിയയല്ല. തസ്മാത് സർവം അഭവത്, ഞാൻ ഈ ബ്രഹ്മം തന്നെയാണെന്ന് അറിഞ്ഞ് വിദ്യ കൊണ്ട് പ്രബുദ്ധരായി സർവം അഭവത്, ഞാൻ എല്ലാമായി തീർന്നു. ആത്മാഹേഷാം സഭവതി, ആത്മാവ് തന്നെയാണ് എല്ലാം എന്ന് അറിഞ്ഞ് അതായിത്തീരുകയാണ്. ഇത് ശ്രുതേ തത് ബലേന ഹി വിദ്ധാനം ഏതം വൈ തം ആത്മാനം വിധിത്വ. അപ്പോൾ ആ ഒരു ബലത്തിലാണ് വിദ്ധാനം ചെയ്യുന്നത്, ഇതിലേക്ക് ഉയർന്നു പൊങ്ങുന്നവരെ. നമ്മൾ ഈ സംസാരത്തിൽ നിന്ന് ഉയർന്ന് ഈ ബ്രഹ്മജ്ഞാന പ്രാപ്തിയിലേക്ക് ഉയരുകയാണ്. തം ആത്മാനം വിധിത്വ, ആത്മാവിനെ അറിഞ്ഞിട്ടാണ് ആ ഉയർച്ച ഉണ്ടാകുന്നത്. ഞാൻ ഈ ആത്മാവാണ് എന്നറിഞ്ഞാണ് അതിലേക്ക് ഉയർന്നു വരുന്നത്. തസ്മാത് ത്രിഭ്യോപി ഏതേഭ്യോ അനാത്മലോകപ്രാപ്തി സാധനേഭ്യ ഏഷണാവിഷയേഭ്യോ വിദ്ധായ. അപ്പോ അനാത്മലോകപ്രാപ്തി കാരണമായ 3 ഏഷണകളെയും ഉപേക്ഷിച്ചിട്ട്, ഈ പുത്രേഷണ കൊണ്ടും വിത്തേഷണ കൊണ്ടും ലോകേഷണ കൊണ്ടും നിങ്ങൾക്ക് എന്താണ് പ്രാപിക്കുന്നത്? അനാത്മലോകപ്രാപ്തി. അനാത്മാവിനെയാണ് പ്രാപിക്കുന്നത്, ആത്മാവിനെയല്ല. നിങ്ങളുടെ അനാത്മലോകങ്ങളിൽ തന്നെ തുടരും. ഇപ്പോൾ ഈ ജയിലിലൊക്കെ ചിലടത്ത് നല്ല നടപ്പ് കാരണം ജയിലർ റെക്കമെൻഡ് ചെയ്യും ഇവനെ അപ്പോ ഈ 3 അനാത്മ ലോകപ്രാപ്തി കാരണമായിരിക്കുന്ന സാധനങ്ങൾ ഏഷണാവിഷയേഭ്യോ വിദ്ധ ഏഷണാകാമ ഏതാവാൻ വൈ കാമഃ ഇതി ശ്രുതേ ഏതസ്മിൻ ത്രിവിധേ അനാത്മലോകപ്രാപ്തി സാധനെ തൃഷ്ണാം അകൃത്യർത്ഥഃ.
അപ്പോൾ ഈ 3 ഏഷണകൾ, പുത്രേഷണ, ലോകേഷണ, വിത്തേഷണ, ഈ ഏഷണകളിലെല്ലാം കൂടി നമ്മൾ ചെന്ന് ഈ അനാത്മലോകങ്ങളിൽ ചെന്ന് പെട്ട് അവിടെ തുടർന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പോൾ ചില രാജ്യങ്ങളിലൊക്കെ ചെന്ന് നമുക്ക് ഈ ഗൾഫിലൊക്കെ ചെന്നിട്ട് വിസ ഇല്ലെങ്കിൽ എന്ത് പറ്റും? പിന്നെ എയർപോർട്ടിൽ പോയി തിരിച്ച് കയറാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ കറങ്ങി നടക്കേണ്ടി വരും. അപ്പോൾ എപ്പോഴാണോ നമുക്ക് വിസ റെഡിയാകുന്നത് അല്ലെങ്കിൽ പേപ്പേഴ്സ് റെഡിയാകുന്നത് അതുവരെ എയർപോർട്ടിലൊന്നും ചെന്ന് വിടാൻ പറ്റത്തില്ല, ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല. വിസ ഉണ്ടെങ്കിൽ മാത്രമേ, വിസയുടെ കാലാവധിക്കകത്താണെങ്കിൽ മാത്രമേ എയർപോർട്ടിൽ ചെന്ന് ടിക്കറ്റ് എടുത്ത് തിരിച്ചു വരാൻ പറ്റൂ. അപ്പം അതുപോലെ ഈ ഏഷണകളിൽ പെട്ട് കഴിഞ്ഞാൽ എന്ത് പറ്റത്തില്ല? തിരിച്ച് ആത്മാവിലേക്ക് മടങ്ങാൻ പറ്റത്തില്ല. നമ്മൾ ഈ സംസാരത്തിൽ തന്നെ എന്ത് ചെയ്യും? ഒരു സംസാരത്തിൽ നിന്ന് മറ്റൊരു സംസാരത്തിലേക്ക്. നമ്മൾ ഈ വാടക വീട് മാറി ഇപ്പോൾ ശാസ്ത്രമംഗലത്തു നിന്ന് മാറി പേരൂർക്കടത്തേക്ക് പോകുന്ന പോലെയുള്ളു. വാടകക്കാർ ഒഴിയാൻ പറഞ്ഞപ്പോൾ ശാസ്ത്രമംഗലത്ത് താമസിച്ചുകൊണ്ടിരുന്ന നമ്മൾ വീട് മാറി പേരൂർക്കടത്തിലേക്ക് പോകുന്നു. അതുപോലെയുള്ള ഒരു ലോകത്തുനിന്ന് മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. സംസാരം എന്ത് ചെയ്യാണ്? നേരത്തെ ഉള്ളതുപോലെ തുടരുകയാണ്. അപ്പോൾ ആത്മലോകപ്രാപ്തി കിട്ടുന്നില്ല. അപ്പോൾ ഈ ഏഷണകളെയൊക്കെ ത്യജിച്ച് സർവാഹി സാധനാച്ച ഫലേച്ഛയവ. അപ്പോൾ എല്ലാ സാധനേച്ഛകളും ഫലേച്ഛ തന്നെ. അപ്പോൾ എല്ലാ സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതും നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയാണ്? ഒരു ഫലം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളൊരു കഠിനമായിട്ട് എന്ത് തന്നെയായാലും കഠിനമായിട്ടൊരു കൃത്യം നിർവഹിക്കുന്നത് അതിൻ്റെ ഒരു റിട്ടേൺസ് നമുക്കുണ്ടാവാൻ വേണ്ടിയാണ്. ശ്രുതി ഏകേവേഷണേതി കഥം യാഹൈവ പുത്രേഷണായാസ വിത്തേഷണായ ദൃഷ്ടാഫല സാധനത്വ തുല്യത്വാത് യാ വിത്തേഷണായാസ ലോകേഷണ ഫലാർദ്ധൈവ സ സർവ ഫലാർദ്ധപ്രയുക്ത ഏവ ഹി സർവം സാധനം ഉപാദത്തെ ഏകേവേഷണായ ലോകേഷണ സാധനം അന്തരേണ സമ്പാദയിതും. അപ്പോൾ അതിനാൽ ഏഷണ ഒന്നേ ഉള്ളൂ. കാരണം ഈ പരിപാടിയിലൂടെ നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്, സംസാരത്തിലോട്ട് പോകും. ആ ഡോറിലൂടെ വെളിയിലോട്ട് പോവുകയാണ്. നമ്മൾ ഘടോപനിഷത്തിൽ കണ്ട് പരാഞ്ചിതാനി ഗതിണം സ്വയംഭു തസ്മാത് പരാങ് പശ്യതി നാന്തരാത്മ. അപ്പോൾ വെളിയിലോട്ട് പോകുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏഷണങ്ങളിലൂടെ വെളിയിലോട്ട് പോയി സംസാരത്തിൽ പെട്ടിട്ട് തിരിച്ചു വരാനുള്ള വഴി മറന്ന് ഇങ്ങനെ നടക്കുകയാണ്. തിരിച്ച് നമ്മൾ വന്ന വഴി മറന്നുപോയി. ഏത് വഴിയിലോട്ടാണ് തിരിച്ച് കയറേണ്ടതെന്ന് മനസ്സിലാകാതെ ഈ സംസാരത്തിൽ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ എല്ലാ ഏഷണകളും ഒരേ ഫലമാണ്. എന്താണ്? നിങ്ങളുടെ സംസാരത്തിലേക്ക് പതിച്ചുപോയി. സംസാരത്തിൽ പതിച്ച് സംസാരത്തെ കണ്ട് സംസാരത്തെ അനുഭവിച്ച് ഇങ്ങനെ നടക്കുകയാണ്. സാധ്യസാധന ഭേദേന ഉഭേഹി യസ്മാദേഷണേവ ഭവതഃ തസ്മാത് ബ്രഹ്മവിദോ നാസ്തി കർമ്മസാധനം വാ. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മവേത്താവായ ഒരാളിന് കർമ്മവും കർമ്മസാധനങ്ങളും ആവശ്യമില്ല. കാരണം കർമ്മം കൊണ്ടും കർമ്മസാധന കൊണ്ടും നമ്മൾ ലഭിക്കുന്നത് സംസാരമാണ്. ആ സംസാരത്തിൽ ആത്മജ്ഞാനം ഒന്നുകൊണ്ട് മാത്രമേ സംസാരത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ കർമ്മവും കർമ്മസാധനകളും നമുക്ക് എക്സിറ്റ് ഡോർ, പുറത്തേക്കുള്ള എക്സിറ്റ് ഡോർ കാണിച്ചിരുന്ന വസ്തുക്കളാണ്. അതോയോ തിക്രാന്ത ബ്രാഹ്മണ സർവം കർമ്മസാധനം ച സർവം ദേവപിതൃമാനുഷ നിമിത്തം യജ്ഞോപവീതാദി തേന ഹി ദൈവം പിത്രം മാനുഷം ച കർമ്മ ക്രിയതേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ബ്രാഹ്മണരായിട്ടുള്ളവർ യജ്ഞോപവീതം ധരിച്ചുകൊണ്ടാണ് കർമ്മങ്ങൾ. അപ്പോൾ
അവർ ഈ കർമ്മങ്ങളെന്ന് പറയുന്നത് ഈ യാഗവും യജ്ഞവും, കാരണം അവർ ചെയ്യുന്ന കർമ്മങ്ങൾ അതേ ഉള്ളൂ. മറ്റുള്ള മനുഷ്യരൊക്കെ ചെയ്യുന്നത് സാധാരണ കർമ്മങ്ങളാണ്. അപ്പോൾ അവർക്ക് ഈ കർമ്മം, ബ്രാഹ്മണാദികൾക്ക് കർമ്മം ചെയ്യണമെങ്കിൽ യജ്ഞോപവീതം ധരിക്കണം. അപ്പോൾ യജ്ഞോപവീതം ഉപേക്ഷിച്ചിട്ടാണ് ബ്രാഹ്മണർ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഈ ആത്മജ്ഞാന നിഷ്ഠയിലേക്ക് വരുന്ന ആൾക്കാർ ഈ കാണപ്പെടുന്ന യാഗാദി യജ്ഞാദികളും യജ്ഞോപവീതവും പൂണൂലും എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഈ ബ്രഹ്മജ്ഞാനത്തിലേക്ക് വരുന്നത്. നിവീതം മനുഷ്യാണാമിതി ശ്രുതേ തസ്മാത് പൂർവേ ബ്രാഹ്മണ ബ്രഹ്മവിദോ വിദ്ധായ കർമ്മഭ്യ സാധനേഭ്യശ്ച യജ്ഞോപവീതാദിഭ്യ പരമഹംസ പരിവ്രാജ്യം പ്രതിപദ്യ ഭിക്ഷാചര്യം ചരന്തി. അപ്പോൾ അവർ ഈ സർവസംസാരത്തെയും ഉപേക്ഷിച്ച് യജ്ഞോപവീതത്തെയും ഉപേക്ഷിച്ച് സർവകർമ്മങ്ങളെയും, ദൈവികവും വൈദികവും വേദം ചെയ്യാൻ പറയുന്ന അഗ്നിഹോത്രാദികളായ കർമ്മങ്ങളെയും സാധാരണക്കാർ ചെയ്യുന്ന അല്ലാതെയുള്ള ഗൃഹസ്ഥാദി കർമ്മങ്ങളെയും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു? ഭിക്ഷചര്യം ചരന്തി, ഭിക്ഷാന്തേഹികളായിട്ട് നടന്ന് ആഹാരമൊക്കെ സ്വീകരിച്ച് ജീവിക്കുന്നു. കാരണം അവർക്ക് സർവ്വതിൽ നിന്നും അവർ വിധാനം ചെയ്തിരിക്കുന്നു. ആത്മജ്ഞാനികൾക്ക് ഗൃഹസ്ഥാശ്രമത്തിൽ വേണമെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ വിധാനം ചെയ്ത് സന്യാസധർമ്മത്തെ സ്വീകരിക്കാം. അപ്പം സന്യാസധർമ്മം സ്വീകരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭിക്ഷചര്യാം ചരന്തി, ഭിക്ഷാചര്യയെ സ്വീകരിക്കുന്നു. ഭിക്ഷാർത്ഥം ചരണം ഭിക്ഷാചര്യം ചരന്തി ത്യക്ത്വാ സ്മാർത്ഥം ലിംഗം കേവലം ആശ്രമമാത്രാചരണാനാം ജീവനസാധനം പരിവ്രാജ്യക വ്യഞ്ജകം. പരിവ്രാജകനായിത്തീരുന്നു എന്നർത്ഥം. ആശ്രമ രീതിയിലുള്ള ചര്യകളുമൊക്കെ ഉപേക്ഷിച്ചിട്ട് എല്ലാ ആശ്രമങ്ങളിലും കുറേ സന്യാസം ചെയ്യേണ്ട കർമ്മം, കാലത്ത് എണിച്ച് ഇന്നത് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പശുവിനെ കുളിപ്പിക്കണം. അപ്പം അങ്ങനെയുള്ള എല്ലാവിധ കർമ്മങ്ങളിൽ നിന്നും ആത്മജ്ഞാനി എന്ത് ചെയ്തിരിക്കുന്നു? വിധാനം ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ഉയർന്നിരിക്കുന്നു. ഇതൊന്നും നമുക്ക് ചെയ്യേണ്ട ആവശ്യം ഇല്ല, ആത്മാവിനെ അറിഞ്ഞിരിക്കുന്നു. തസ്മാത് അലിംഗോ ധർമ്മജ്ഞോ അവ്യക്തലിംഗോ അവ്യക്താചാര ഇത്യാദി സ്മൃതിഭ്യ. തസ്മാത് അലിംഗോ. ബ്രഹ്മജ്ഞാനികൾ പലപ്പോഴും അലിംഗന്മാരാണ്. അലിംഗൻ എന്ന് വെച്ചാൽ എന്താണ്? രൂപം. അലിംഗ, സ്ത്രീ പുരുഷ ഭേദം. അലിംഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ ഗൃഹസ്ഥാശ്രമിയാണ്, ഒരു ലിംഗം കാണും. ഇനി അല്ലെങ്കിൽ ആശ്രമധർമ്മം, സന്യാസിയായി അപ്പൊ കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് രുദ്രാക്ഷമൊക്കെ ഇട്ട് നടന്നു. അപ്പൊ അത് ഓരോ ആശ്രമത്തിൻ്റെയും ലിംഗമാണ്. അപ്പോൾ ഈ ആത്മജ്ഞാനിയായിട്ട് മാറിക്കഴിഞ്ഞവൻ, ബ്രഹ്മജ്ഞാനത്തിൽ ഉണർന്നവൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ലിംഗങ്ങളൊന്നും കാണിച്ചെന്നിരിക്കില്ല. അവൻ ചിലപ്പോൾ ചുമ്മാ ഒരു ഭിക്ഷക്കാരനെ പോലെയോ ഒരു ഡ്രസ്സൊന്നും പ്രത്യേക രീതിയിലുള്ള ഡ്രസ്സൊന്നും കാണത്തില്ല. അപ്പം അങ്ങ് അലിംഗനായിട്ട് ചിലപ്പോൾ അലിംഗോ ധർമ്മജ്ഞോ അവ്യക്തലിംഗ, അവ്യക്തലിംഗം. അപ്പോൾ ആൾക്കാർക്ക് കണ്ടാൽ ഇയാൾ ബ്രഹ്മജ്ഞാനിയാണെന്നോ സന്യാസിയാണെന്നോ അല്ലെങ്കിൽ വലിയ ഉയർന്ന അവസ്ഥയിലിരിക്കുന്ന ആളാണെന്നോ ഒന്നും കാണിക്കാത്ത രീതിയിൽ സാധാരണക്കാരെ പോലെ, അല്ലെങ്കിൽ ഭിക്ഷക്കാരന്മാരെ പോലെ, അല്ലെങ്കിൽ വെറും ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ പോലെ, മറ്റുള്ളവർക്ക് പിടികിട്ടാത്ത രീതിയിൽ അവർ അലിംഗനായിട്ട് അവ്യക്തലിംഗോ അവ്യക്താചാര, പ്രത്യേകിച്ച് ആചാരമൊന്നും അവരെ കാണൂല. പൂജ ചെയ്യുകയോ ഈശ്വരനെ ധ്യാനിക്കുകയോ ഇങ്ങനെ കീർത്തനങ്ങൾ പാടുകയോ ഒന്നും ചിലപ്പോൾ അവ്യക്തലിംഗ, ഇങ്ങനെയുള്ള ലിംഗമൊക്കെ ഉള്ള ആളാണെന്ന് നമുക്ക് കണ്ടാൽ
തോന്നത്തില്ല. ഇത് ആത്മജ്ഞാനിയാണെന്ന് തിരിച്ചറിയാനുള്ള വകുപ്പുകളൊന്നും ചിലപ്പോൾ അവിടെ കാണത്തില്ല. അത് പരിവ്രാട് വിവർണവാസോ അമുണ്ടോ അപരിഗ്രഹ. മുണ്ടോ അപരിഗ്രഹ. ചിലപ്പോൾ അവർ മുടിയൊക്കെ മുണ്ടനം ചെയ്ത് നടന്നെന്നിരിക്കും, ചിലപ്പോൾ മുടിയൊക്കെ നീട്ടി വളർത്തി നടന്നെന്നിരിക്കും. അപരിഗ്രഹ, ആരിൽ നിന്നും ഒന്നും പരിഗ്രഹിക്കേണ്ട ആവശ്യമൊന്നും അവർക്കില്ല. അവർക്ക് ഈ ലോകത്ത് എല്ലാം നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. ഗീതയിൽ എന്താണ്, സ്വർണ്ണക്കട്ടയും മണ്ണിൻകട്ടയൊക്കെ ഒരുപോലെയാണ് ആത്മജ്ഞാനിക്ക്, വ്യത്യാസമൊന്നുമില്ല. നമുക്കാണെങ്കിൽ ഈ സ്വർണ്ണക്കട്ട ഇതെത്ര കിലോ വരും, ഇതിനെന്ത് വില വരുമെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ധനവാനാകാം. ഒരു സ്വർണ്ണക്കട്ട, ഒരു ഇഷ്ടിക മാത്രമുള്ള ഒരു സ്വർണം കിട്ടിയാൽ തന്നെ ചിലപ്പോൾ എത്രയോ കിലോ ആയിരിക്കും. 4-5 കിലോയൊക്കെ ചിലപ്പോൾ കാണും, ചിലപ്പോൾ അതിൽ കൂടുതൽ കാണും. അപ്പം അത്രയും കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തിയാണ്. സാധാരണ ജനങ്ങൾക്കും അതിനോട് എന്തുണ്ടാവും, അതിനോട് ആർത്തി, അത് നേടാനും അത് പിടിച്ചെടുക്കാനും ഒക്കെ ഉള്ള ആർത്തി ഉണ്ടാവും. ആത്മജ്ഞാനിക്ക് അത് ഏതുപോലെയാണ്, ഒരു കഷ്ണം കളിമണ്ണ് കിടക്കുന്ന പോലെയുള്ളൂ. കാരണം അത് രണ്ടുകൊണ്ടും ആത്മജ്ഞാനിക്ക് വിശേഷമായിട്ടൊന്നും ചെയ്യാനില്ല. അപ്പം അതുകൊണ്ട് അവർ സർവത്ര അപരിഗ്രഹ സശിഖാൻ കേശാനികൃത്യ വിസൃജ്യജ്ഞോപവീതം. അപ്പോൾ അവരെന്താണ്, ഈ പണ്ട് ശിഖയോ യജ്ഞോപവീതമോ ഒക്കെ ഉപേക്ഷിച്ച് അവരെന്ത് ചെയ്യുന്നു, സാധാരണക്കാർക്ക് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അവർ ആത്മജ്ഞാനികളായിട്ട് അവർ ജീവിക്കുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് തന്നെ ഇവിടെ നമ്മുടെ ശ്രീകണ്ഠേശ്വരത്ത് തന്നെ ഒരു സ്വാമി ഉണ്ടായിരുന്നു. ഏതാണ്? അതല്ലേ അതല്ലേ അദ്ദേഹം സമാധിയായി. പിന്നെ നമ്മുടെ തിരുവല്ലത്ത് അമ്മയുണ്ടായിരുന്നു, തിരുവല്ലത്തമ്മ കണ്ടിട്ടില്ലല്ലേ? ഇവരൊക്കെ മറ്റുള്ളവർക്ക് തിരിച്ചറിയാത്ത വിധത്തിൽ എന്ത് ചെയ്തു, ഇങ്ങനെ ജീവിച്ചു. ചിലർ വിചാരിക്കും ഭിക്ഷക്കാരാണെന്ന് വിചാരിക്കും. അപ്പോൾ അവരുടെ ആത്മജ്ഞാനത്തെ അവരെന്ത് ചെയ്യുന്നില്ല, മറ്റുള്ളവർക്ക് തിരിച്ചറിയുന്ന രീതിയിൽ അവർ കാണിച്ചില്ല. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.